ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വട്ടയപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു വട്ടയപ്പമാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ കാണിക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫിയും സോഫ്റ്റുമായിട്ടുള്ള അടിപൊളി വട്ടയപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ്, അതായത് 250 ml കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് അരിപ്പൊടി, അതായത് ഇത് പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, നമ്മൾ വാങ്ങിക്കുന്ന പൊടി തന്നെയാണിത്. അതാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ സെയിം കപ്പിൽ തന്നെ 250 ml കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചെരുകിയത് കേട്ടോ, അതും കൂടെ എടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ചെരുകുമ്പോൾ അതിൻ്റെ ആ ഒരു അടിവശത്തുള്ള ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അത് വരാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ച തേങ്ങയായ കാരണം ചെറുതായിട്ട് അതിനകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെരുകുകയാണെങ്കിൽ ആ മുരി പോലത്തെ ആ റെഡിഷ് കളർ വരാതെ ഇരുന്നാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു വൈറ്റിഷ് കളറിൽ തന്നെ നിൽക്കും കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ഇത് എടുക്കുമ്പോൾ ഒരു മീഡിയം മധുരം മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ നമുക്കൊരു 6 ടേബിൾ സ്പൂൺ വരെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കപ്പി കാച്ചാനുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അത് പുട്ടിൻ്റെ പൊടി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അതിന് പുട്ടിൻ്റെ പൊടി എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറുതായിട്ട് തരി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ തരി നമ്മൾ കപ്പി കാച്ചുമ്പോൾ ഈ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതായത് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ അരിപ്പൊടി പുട്ടിൻ്റെ പൊടി ഇങ്ങനെ തരിയുള്ളതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തിന് വേണ്ടി നേരത്തെ എടുത്തില്ലേ പത്തിരിപ്പൊടി, അത് തന്നെ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഈ അളവിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ കപ്പി കാച്ചാൻ വേണ്ടി എടുത്തു വെച്ച പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഈ പാത്രത്തിൽ, സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിലാണ് ഞാനിപ്പം കപ്പി കാച്ചുന്നത്. ഇതിലേക്ക് നമുക്ക് ആ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് ഇത് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ അടുപ്പിലൊന്നല്ല, പുറമെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി കിട്ടിയിട്ട് ഈ കൺസിസ്റ്റൻസി മതി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പാട പോലെ വരും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടി ഒന്നടിച്ചെടുക്കണം. അപ്പം ഞാൻ ആ കപ്പി കുറുക്കിയത് ചൂടാറിക്കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് തേങ്ങ ചെരുകിയതുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് ഇപ്പം മധുരം ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 6 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിയുടെ പൊടി, അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിപ്പം ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം മാത്രം മിക്സി നമ്മളൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി അത് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വേറൊരു അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെ എടുക്കണേ, അല്ലെങ്കിൽ ഇതിനി പൊന്തി വരുമ്പോൾ അത് പുറത്തേക്ക് തൂകിപ്പോവും.
അപ്പോൾ ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതാ അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് തിന്നും ആവരുത് കേട്ടോ. ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 5-6 മണിക്കൂർ അടച്ച് വയ്ക്കാം. അത് ഓരോ സ്ഥലത്തിൻ്റെ ചൂടനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് നോക്കാം എത്ര. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 5 hours കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അരച്ച് വെച്ച മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ബബിൾസ് ഫുള്ളും ഇങ്ങനെ പൊട്ടിപ്പോവണ്ട. അപ്പോൾ ഇതിപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്ന് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഞാനിതിലൊരു അല്പം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് എല്ലാ വശത്തും ഒന്ന് തടവി കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടിന്നിൽ ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതിയാവും. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി പോർഷൻ വരയ്ക്കും ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടത് പൊന്തി വരും. അപ്പം ഞാനിവിടെ ഒരു അപ്പച്ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇപ്പോൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 15 to 20 minutes ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 25 minutes എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. 20 minutes കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ശരിക്കും വെന്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം 25 minutes ആയപ്പോൾ അത് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതിൽ നിന്നൊന്ന് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മളെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ നമ്മളുടെ വട്ടയപ്പം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉൾവശം നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.